അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ ജിരഫയുടെ മറ്റു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗോസ്റ്റ് ടൗണിനെ തേടി വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തേടി തേടി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് യാച്ചും കൊണ്ട് വന്നതാണ് ഇവിടേക്ക്. അപ്പോൾ അത്യാവശ്യം പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ടല്ലോ ഗൈസ്. അയ്യോ ഇവിടെ പാടിട്ടാ, എൻ്റെ പൊന്നെ അവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ. നിങ്ങൾ കണ്ടായിരുന്നാ? എൻ്റെ പൊന്നെ എന്തൊരു കഷ്ടമാണത് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും വേഗം ഓടി പോവാട്ടാ. ഇവിടുന്ന് വേറെ ഓടിപ്പോയിരുന്നില്ല നമുക്ക്. എന്നാലും നമ്മളൊരു സെക്കൻഡ് ഒന്ന് ഭയന്ന് പോയിട്ടാ. അത് ഇനി ശരിക്കുള്ള ബോഡി, അയ്യോ നമ്മളിപ്പോ ബോഡി ആയാലിട്ട് ഇപ്പൊ സൂപ്പർ ആയാലിപ്പോ. അപ്പൊ നമുക്ക് എന്തായാലും വേഗം എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോരാൻ പറ്റില്ല. അതൊരു അവസ്ഥയിലോ തിരിച്ചു പോവാൻ പറ്റും, പക്ഷെ തിരിച്ചു പോയാലും നമ്മൾ കടത്തിലാണ് ഒന്നാമത്. അപ്പൊ രണ്ടും കണക്ക് തന്നെയാണ്. അത് കടവേ നമുക്ക് ഗോസ്റ്റിനോട് ചാടുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഷിൻചാനും പിൻചാനും ചോപ്പിനോട് വരണ്ടെന്ന് പറയാം. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാട്ടാ. ആ ബോഡി, എന്റെ പൊന്നെ ഒരു ബോഡി അവിടെ കിടക്കണ്ടാ. അത് എന്തിട്ട് സംഭവം എന്ന് അറിയില്ല. കണ്ടിട്ട് റിയൽ ബോഡി തന്നെയാന്ന് തോന്നുന്നുണ്ട്, ഫേക്കും കാര്യങ്ങളൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതേ ഒരു കാറും കിടക്കണ്ടല്ലോ. ഇവിടെ ഒരു കാറ് കിടക്കണേ. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഒരു ബോഡി കണ്ട. നമ്മുടെ ആദ്യം കണ്ടപ്പോ ഒരു ബോഡി തന്നെ കണ്ട. എന്റെ പൊന്നെ ഒരു മൈൻഡൊക്കെ പോയിട്ട് നമുക്ക് എന്തായാലും വേറെ ഉണ്ടോ നോക്കാം. എന്തായാലും നമുക്ക് രാത്രി വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് രാത്രിയാണല്ലോ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യലും കാര്യങ്ങളൊക്കെ നല്ലത്. എന്തായാലും നമ്മൾ കുറെ പേര് കൊന്നിട്ടുള്ള കാര്യം നമുക്ക് അങ്ങനെ വലിയ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാലും പേടിക്കൊണ്ട് പറയുന്നതായിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ മാത്രമല്ല ഞാനും നല്ല പേടി തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ അവസ്ഥ കുറച്ച് ഭീകരം തന്നെയാണ്. നമുക്ക് എന്തായാലും ഒരു നൈറ്റ് വരണവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് എന്തായാലും വേഗം പോകണം കേട്ടാ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങള്, എന്റെ പൊന്ന് കൈസ്, അടുത്ത ബോഡിട്ടാ. എന്റെ പൊന്ന്, ഊഫ്, ഇതൊക്കെ ജീവൻ കൊടുത്തിട്ട് കാര്യമില്ല കേട്ടാ. ഓൾറെഡി മരിച്ചു പോയിട്ടാണ്. അപ്പോ ഇവിടെ എന്തോ ഒരു ദുരോഹിത ഉണ്ട് കേട്ടോ. അവിടെ ഡെഡ് ബോഡി എടുക്കും, നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാ. ഓ അത് വേണ്ടാട്ടോ, അത് സീൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വേഗം പോവാട്ടാ. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ സ്കെൽറ്റൻ കിടക്കുക. എന്റെ പൊന്ന് ഗൈസ്, എന്താണ് ഇവിടെ നടക്കണത് ഒന്നും മനസ്സിലാവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു മന്ത്രവാദിനെ കൊണ്ടുവരായിരുന്നു കേട്ടാ. ഒരു പേടി ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും ഒരു ധൈര്യം പോലെ ഗൈസ്. നമ്മുടെ മന്ത്രവാദി ഉണ്ടെങ്കിൽ ഈ മറ്റേ ഗോസ്റ്റുകളൊക്കെ, ഗോസ്റ്റ് ഹണ്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗോസ്റ്റുകൾ അടുത്ത് വരില്ല എന്നാണല്ലോ. പക്ഷെ ഗോസ്റ്റുകൾ അടുത്ത് അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ എന്തായാലും പോട്ടെ. അപ്പൊ നമ്മളെന്തായാലും ഷിൻചാനും ചോപ്പിനും നമ്മളും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അത്യാവശ്യം കടത്തിലായ കാരണമാണ് കേട്ടോ നമ്മൾ വന്നത്. അങ്ങനെ രാത്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ വെളിച്ചം കാര്യങ്ങളൊക്കെ കത്തണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കണം, എന്താ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങണം. നമുക്ക് എന്തായാലും വീഡിയോ കാര്യമൊക്കെ എടുക്കണം. അതിന് മുമ്പ് നമുക്ക് വീഡിയോ തന്നെ എടുക്കണം, എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ പയ്യെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം, ഫോണിൽ നിന്ന് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ ഇൻട്രഡക്ഷൻ പറഞ്ഞാലും കേട്ടാ. അപ്പോൾ തിരിക്കട്ടെട്ടാ, തിരിച്ചെടുക്കാം. അപ്പോൾ ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഹൊറർ ഐലൻഡിലാണ് വന്നിരിക്കുന്നത് കേട്ടാ. അപ്പോൾ ഇതിലുള്ള കൂടുതൽ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കണേ. അപ്പോൾ അത് അവിടെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനു മുമ്പേ അത് കട്ട് ചെയ്യാം. അപ്പോൾ അത് എന്തായാലും ഇവിടെ നോട്ടൊക്കെ എടുക്കാട്ടാ. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് ഇതുപോലെ കാണാൻ പറ്റൂട്ടാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ഒരു ഹൊറർ ഹൗസ് ആട്ടത്. അപ്പോൾ ഇവിടുത്തെ സ്കെലിട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിഗൂഢതകൾ നമുക്ക് കുറച്ചുകൂടി അറിയാനുണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ ഭയങ്കര സൈലന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ കാണിക്കണ്ട കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അവിടെ ആരും നിക്കണ്ടല്ലോ, അവിടെ ആരും നിക്കണ്ടട്ടാ. ഓ നോ, പണിപ്പാളിന്ന് തോന്നണ്ടട്ടാ ഗൈസ്. അവിടെ ഏതോ പ്രേതാന്ന് തോന്നണ്ടട്ടാ, അവിടെ നിക്കണ്ട്. എന്ത് ചെയ്യും, പേടിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയാനും പറ്റണില്ല കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, പെട്ടു തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും തോക്ക് ചേർത്ത് വെടിവെച്ച് നോക്കാം. ഇനിയാളി പേടിച്ചിട്ട് പറയടാ, തൊണ്ടൊക്കെ പറയില്ലേ, ആ ജാതി സ്കീമായിട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും വെറുതെ വെടിവെച്ച് വെക്കാം. കവടിയിട്ട് എവിടെയെങ്കിലൊക്കെ വെടിക്കേട്ടാ. ഓഹ്, എൻ്റെ പൊന്ന് ഗൈസ്. ഓക്കെ, നമ്മളത് വെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് താഴെ ഗോസ്റ്റുകൾ ഇത്ര പെട്ടെന്ന് താഴെ വീഴോ? ഒരു ഉണ്ടയിലൊക്കെ താഴെ കിടക്കും ഗൈസ്. എന്നിട്ടിത് ഗൈസ്, ഇത് ഗോസ്റ്റ് തന്നെയാണോ? ചവിട്ടുമ്പോ മനുഷ്യന്റെ നേരത്തെ വിളിച്ചപ്പോ അമ്മേ എന്നൊരു വിളി കേട്ടുട്ടാ വീണപ്പോ. അപ്പൊ ഇത് ഗോസ്റ്റ് ആണോന്ന് അറിയില്ല കേട്ടോ. നമ്മളിത് വെടിവെച്ചപ്പോ അമ്മേന്നൊരു വിളി. ഗോസ്റ്റുകളൊക്കെ അങ്ങനെ പറയോ? ഇത് മനുഷ്യന്ന് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്ന് ഗൈസ്, ഓരോ ഉഡായിപ്പുകള്.
ഇതൊരു മനുഷ്യൻ തന്നെയായിരുന്നു കേട്ടോ. നമ്മളിത് ഈ സൂട്ടിന്റെ പുറത്തിറങ്ങിയപ്പോൾ ഒരു മനുഷ്യനായിരുന്നു ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടായിരുന്നത്. ഈ കള്ള നായാണ് നമ്മളെ എത്ര നേരം പേടിപ്പിച്ചോണ്ടിരുന്നത് കേട്ടോ. നമ്മളെ മാത്രമല്ല, ലോസ് ആൻഡോസിൽ എല്ലാവരും പേടിപ്പിച്ചോണ്ടിരുന്നത് ഇയാൾ തന്നെയായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ പോസ്റ്റുകൾ ഉണ്ടാവും, ഈ വീഡിയോ എടുത്ത് ഫോട്ടോയും എടുത്ത് ഓഡീഷനാന്ന് വെച്ചപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇത് വേറെ കഥ കേട്ടാ. ഇത് എന്തിട്ടാണോ നമുക്ക് എന്തായാലും അവിടെ ചോദിച്ചു നോക്കട്ടെ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നിട്ടാന്നുള്ളത്. എന്താ ഇയാളെ വെറുതെ വിടില്ലാട്ടോ നമ്മള്. എന്റെ പോലെ ഇതിന്റെ പിന്നിൽ ഇവനാണെന്ന് ഞാൻ. ഓക്കെ ഗൈസ്, ഇവൻ സത്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടാ. എന്റെ പോലെ എത്ര നേരം ഭീഷണിപ്പെടുത്തിട്ടെന്ന് അറിയും പറഞ്ഞേ. എന്തായാലും നീ ചാവും, ഒന്നുകിൽ ഞാൻ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ പോലീസുകാർ കൊല്ലും, അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ വട്ടിട്ട് കൊല്ലും എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ എന്തിന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് 3 ഫ്രണ്ട്സാണ് ഈ ഒരു പ്ലാനിങ്ങിനുള്ളത്. അപ്പൊ ഇവര് ഒരു ഐലൻഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ആൾക്കാർ വരുന്ന പേടിപ്പിക്കുന്നതാണ്. അപ്പൊ രണ്ടാമൊരുത്തൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഒരു ന്യൂസ് കേട്ടിരുന്നില്ലേ, നമ്മുടെ ലോസ് ആൻഡോസിൽ ഒരാൾ ഫോട്ടോ വിറ്റിട്ട്, ഈ ഗോസൈലിന്റെ ഫോട്ടോ വിറ്റിട്ട് കോടീശ്വരനായ അയാളായിരുന്നു ഇവരെ രണ്ടാമത്തെ കൂട്ടത്തിലുള്ള ആള്. അപ്പൊ ഈ 3ാമത്തെ ആളെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്, ഈ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ വരുമല്ലോ വന്നിട്ട് അറിഞ്ഞിട്ട് ഈ 3ാമൻ കൊല്ലൂട്ടാ. അപ്പൊ നേരത്തെ നമ്മൾ 2 പേരെ കണ്ടില്ലേ, അപ്പൊ 3ാമൻ കൊന്നതാണ് ഇവരെ. അപ്പൊ ഈ 2 പേര് ഇപ്പൊ ലോസ് ആൻഡോസിലേക്ക് പോയ കാരണമാണ് നമ്മളിത് ഇങ്ങോട്ടും നമ്മളങ്ങനെ വെറുതെ കൊല്ലാനും പറ്റില്ല കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാന്റെ പവർ അറിയാലോ. അപ്പൊ നമ്മളെ കൊല്ലാൻ വന്നില്ല. അപ്പൊ ഇവരാണെങ്കിൽ അത്യാവശ്യം ഫൈറ്റിങ് കാര്യങ്ങളൊന്നും അറിയില്ല, വെറുതെ പേടിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതായത് നമ്മൾ രക്ഷപ്പെട്ടെ. അപ്പൊ 2 പേര് നമ്മൾ എന്തായാലും കുടുക്കൂട്ടാ. അപ്പൊ നമ്മളാണെങ്കിൽ കറക്റ്റ് ടൈമിൽ വന്നാലും നമ്മൾ രക്ഷപ്പെട്ടു. ഇവനാണ് ഇപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യണ ആളെന്നാണ് പറഞ്ഞേട്ടാ. അപ്പോൾ മറ്റവൻ ഉണ്ടെങ്കിൽ കാര്യത്തിൽ തീരുമാനം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവനറിയില്ലല്ലോ നമ്മുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവനേക്കാളും പവറുള്ള ആരും ഇല്ല കേട്ടോ നമ്മുടെ ലോസ് ആൻഡോസിൽ. പിന്നെ നമ്മുടെ മൈക്കിൾ മച്ചാൻ, ട്രെവർ മച്ചാനൊക്കെ ഉണ്ട്, എന്നാലും എത്തില്ല നമ്മുടെ ഫ്രാങ്ക്ലിനെ മുട്ടാനായിട്ടാ. അപ്പോൾ നമ്മളിതേ കുറച്ച് ഡയലോഗിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോനെ നീ പെട്ടു, നിന്നെ ഇനി എന്തായാലും ഞാൻ കൊന്നിട്ട് കാര്യമില്ല, അപ്പോൾ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇവനെ കിട്ടിയിട്ട് ഇനി ഇതിൻ്റെ പിന്നാലെ പോകണ്ടല്ലോ. നമ്മളെന്തായാലും ഒരു മിസ്റ്ററി തന്നെയാട്ടോ. നമ്മളിതേ ഒരു മിസ്റ്ററിയാണ് നമ്മളിവിടുത്തെ സോൾവ് ചെയ്യുന്നത് കേട്ടോ. ഈ ഗോസ്റ്റ് വില്ലേജ് എന്തൊക്കെയാ പറഞ്ഞേ, ഗോസ്റ്റ് ഐലൻഡ് കേട്ടാ, നമ്മുടെ ഗോസ്റ്റ് ഐലൻഡ്. അപ്പം ഇവരെ ഇങ്ങനെ സ്ഥലം കിട്ടിയെന്ന് വെച്ച് ഇവർ പറഞ്ഞു വെറുതെ ഇങ്ങനെ എന്താ കള്ളക്കടത്ത് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒരു സ്ഥലം കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് വിറ്റ് ഇവർ ജീവിച്ചതാട്ടാ. എന്തായാലും നല്ല പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന്. പക്ഷെ നമ്മൾ ഇതിൽ വന്ന കാര്യം ഇവനറിയില്ലായിരുന്നു, ഇവർക്ക് അറിയില്ലായിരുന്നു കേട്ടാ. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, നീ ചേട്ടൻ വേണമെങ്കിൽ ഫ്രാങ്ക്ലിൻ മച്ചാൻ വേണമെങ്കിൽ 4ാമതായിട്ട് കൂടിക്കോ, അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ തരാന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു പൈസയും കാര്യങ്ങളൊക്കെ വേണ്ട, എന്തായാലും കൂടില്ല, തെണ്ടി തരത്തിൽ നമ്മളെ ഫ്രാങ്ക്ലിൻ മച്ചാൻ കൂടില്ല കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും ഇവനെ പിടിച്ചത് ഈ ആച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകണം. പിന്നെ അവന്മാര് വരുന്നതിന് മുമ്പ് ഞാൻ പോകണം കേട്ടോ, അല്ലെങ്കിൽ വാറ് നടക്കും, വാറ്. അപ്പോൾ അവന്മാര് വന്നാലൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ യാച്ചെടുത്ത് പോവാട്ടാ. അങ്ങനെ നമ്മളൊരു വലിയ മിസ്റ്ററി ആയിട്ട് ഇവിടെ സോൾവ് ചെയ്ത്. അവിടുത്തെ ലൈറ്റിന്റെ കാര്യം നമ്മളൊന്നും ഓർത്തില്ല. അപ്പൊ അവനും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിപ്പോ വേറെ ഒന്നും ഇല്ല, ഇവനാണെങ്കിൽ അറിയാണ്ട് ലൈറ്റ് ഇട്ടാനൊരു ഹൊററിക് യൂന് വേണ്ടി ഇവന്മാർ ഇട്ടതായിരിക്കും കേട്ടോ. അതെന്തെങ്കിലൊക്കെ ആവട്ടെ. ജസ്റ്റ് മിസ്സപ്പോ ചത്താനെ. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മളിത് സേഫ് ആയിട്ട് നമ്മുടെ യാച്ചും കൊണ്ട് നമ്മൾ പോവാണ് നമ്മുടെ ലോസ് ആൻഡോസിലേക്ക്. ഇനി ലോസ് ആൻഡോസിൽ പോയിട്ട് വേറെ പണിയൊന്നുമില്ല കേട്ടാ. നമ്മളാണെങ്കിൽ കുറെ ആശിച്ചു നമുക്ക് കോടികൾ ഉണ്ടാക്കാന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ ഡീസൽ കാശും വാടകയും ഡീസൽ കാശും പോലും നമുക്ക് തികഞ്ഞില്ല കേട്ടോ. ഡീസൽ കാശ് നമ്മൾ തന്നെയാണ് കൊടുത്തേട്ടാ ഇതിന്റെ. അപ്പോൾ അത്യാവശ്യം ഒരു നഷ്ടം തന്നെയാണ്. എന്നാലും നമ്മൾ നമ്മുടെ ഒരു മിസ്റ്ററി സോൾവ് ചെയ്തതിൻ്റെ ഒരു ഇതിൽ നിൽക്കാട്ടാ. പിന്നെ പോലീസുകാരെന്തെങ്കിലുമൊക്കെ പോലീസുകാരെന്തെങ്കിലും റിവാർഡ് തരുമായിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, പോലീസുകാർ എന്തെങ്കിലും റിവാർഡ് തരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം സെറ്റ്. എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം 20 ലക്ഷം എങ്ങനെ പോയാലും കിട്ടൂലോ. എന്നാലും മതി, നമുക്കത് മതി ഗൈസ്, നമുക്കത് വെച്ച് സെറ്റാവാം. എന്തായാലും അത്ര കിട്ടിയില്ല, അത്ര തന്നെ ഭാഗ്യം. കിട്ടിയിട്ടില്ല, കിട്ടുമായിരിക്കും. എന്തായാലും 20 ലക്ഷത്തിന്റെ മേലെ എന്തായാലും ഉറപ്പിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ യാച്ചും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ലോസ് ആൻഡോസിൽ. നമ്മൾ നേരത്തെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാർ എവിടെയാണോ മാറിപ്പോയാ പടിപ്പാടിന്ന് വന്നിട്ടാ. ഇനി ആരെങ്കിലും എടുത്തിട്ട് പോയാ കാറ് കള്ളന്മാര് ഇല്ലാട്ടാ. നമ്മൾ വന്ന വഴി മാറിപ്പോയതാണ്.
അപ്പോൾ നമുക്ക് നമ്മുടെ ഷിൻചാനും പിൻചാനും ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കാറ് കൊണ്ട് പോകണം. കാരണം നമ്മുടെ യാച്ചിന് ഇതിൻ്റെ മുതലാളി വരുമല്ലോ. അപ്പോൾ മുതലാളിക്ക് നമ്മളിതിൻ്റെ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ മണ്ടനെ കൊണ്ട് പോകാട്ടാ. കള്ളത്തനം ചെയ്യാനും അറിയില്ല, ഇയാൾ മരിക്കാണ്, പേടിപ്പിക്കാൻ അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു മണ്ടനെ കാര്യമാണ് നമുക്ക് പെട്ടെന്ന് വീണത്. അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം പേടിച്ച് പോയിട്ടാ. നമ്മൾ അത്യാവശ്യം തന്നെ തൊണ്ട ഒരു വീഡിയോയിൽ കാണാട്ടെ നമ്മളെ തൊണ്ട ഇടണത്. അപ്പം ഇവൻ അതുപോലെ പറയണം. എന്തായാലും വിഷയമൊന്നുമില്ല. എന്തായാലും പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു പോയി. നമ്മളിനി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിനക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത്. അപ്പം നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ വേഗം ഈ പ്രതിനെ കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്തായാലും നമ്മളത് ചെയ്യണം കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനവിടെ ഏൽപ്പിക്കാം കേട്ടാ. ഓക്കെ ഗായ്സ്, നമ്മളിത് അങ്ങനെ നമ്മുടെ ആ ഒരു ഉടായിപ്പര് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ബാക്കിയുള്ളവരെ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാലേ റിവാർഡ് തരാമെന്നൊക്കെ പറഞ്ഞു. 10,000 രൂപ ഗൈസ്, 10,000 രൂപ. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? വെറുതെ അല്ല നമ്മൾ ഈ വേറെ വല്ല പണിക്ക് പോകണട്ടാ. നല്ല പണി ചെയ്താൽ ഇവന്മാർ കുറച്ച് പൈസ വരുള്ളൂ. 10,000 രൂപയെ ഇനി നമ്മൾ ബാക്കി 15 രൂപ ഇവിടെ ഒപ്പിക്കും നമ്മുടെ ബോട്ടിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ തോക്കൊക്കെ നമ്മൾ ലീസിനായിട്ട് എടുത്തേ, അതും പണി പാടി. ഇന്നത്തെ ദിവസം മൊത്തം കൊണ്ട് ഷോക്കായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നെ മൂട് പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.